ഇത് കേട്ട ശാന്തനുവിനു നിരാശയും ദേഷ്യവും ഒരുപോലെ വന്നു. ശാന്തനു ദശരാജനോട് പറഞ്ഞു, അത് സാധ്യമല്ല. എന്റെ മകൻ ദേവവ്രതനെ എന്റെ കാലശേഷം രാജാവാക്കാം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചു പോയതാണ്. അതുകൊണ്ട് സത്യവതിയെ വേറെ ഏതെങ്കിലും രാജാവിന് വിവാഹം ചെയ്തു കൊടുത്തോളൂ. എന്നിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പക്ഷേ ശാന്തനുവിന് സത്യവതിയെ മറക്കാൻ കഴിഞ്ഞില്ല. ശാന്തനു തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു. അദ്ദേഹം പതിവായി യമുനാ നദീതീരത്ത് പോയി സായാഹ്നം വരെ സത്യവതിയെ രഹസ്യമായി നോക്കി നിന്നു. തന്റെ പിതാവിനെ അസ്വസ്ഥനായി കണ്ട ദേവവ്രതൻ അദ്ദേഹത്തോട് അതിന്റെ കാരണം തിരക്കിയെങ്കിലും ശാന്തനു അത് പറഞ്ഞില്ല. തുടർന്ന് ദേവവ്രതൻ ശാന്തനുവിന്റെ തേരാളിയിൽ നിന്നും കാരണം മനസ്സിലാക്കുകയും ഉടൻ തന്നെ ദശരാജന്റെ അടുക്കൽ ചെന്ന് തന്റെ പിതാവിനു വേണ്ടി സംസാരിച്ചു. ദേവവ്രതൻ പറഞ്ഞുവോ, അച്ഛൻ അതിനു സമ്മതിക്കാതിരുന്നതു എന്നെ നേരത്തെ തന്നെ യുവരാജാവാക്കിയതുകൊണ്ടാണ്. എന്നോട് എങ്ങനെ ഇനി അത് കഴിയില്ല എന്ന് പറയും എന്ന് കരുതിയാണ് അദ്ദേഹം തന്റെ ആഗ്രഹം അടക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു, സത്യവതിയുടെ മൂത്തപുത്രനെ അച്ഛൻ ശേഷം രാജാവായി ഞാൻ വാഴിക്കും. പക്ഷേ ദശരാജൻ ഇതിനെ നേരിട്ടത് ഇങ്ങനെയായിരുന്നു. ശാന്തനുവിന് ദേവവ്രതൻ രാജാവാകുന്നത് തടയാൻ അവകാശം ഇല്ലാത്തതുപോലെ തന്നെ ദേവവ്രതന്റെ പുത്രൻ രാജാവാകുന്നത് തടയാൻ ദേവവ്രതനും അവകാശം ഇല്ല. അങ്ങനെ ഇരിക്കെ ഇനി ഭാവിയിൽ ദേവവ്രതന്റെ മകൻ രാജ്യാവകാശം ചോദിച്ചു വന്നാൽ എന്തു ചെയ്യും? ദേവവ്രതന്റെ ഉത്തരം ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. അതേ, ദശരാജൻ പറഞ്ഞത് ശരിയാണ്. ദേവവ്രതൻ തന്റെ പുത്രൻ രാജാവാകുന്നത് തടയാൻ അവകാശം ഇല്ല. പക്ഷേ പുത്രൻ വേണ്ട എന്ന് വെക്കാനുള്ള അവകാശം ഉണ്ടെന്നും അതുകൊണ്ട് ദേവവ്രതൻ ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായി ജീവിക്കും എന്ന് ശപഥം ചെയ്തു. അതിനുശേഷം ദശരാജൻ സത്യവതിയെ ദേവവ്രതനോടൊപ്പം ശാന്തനുവിന്റെ അടുക്കലേക്കു അയച്ചു. സത്യവതിയെ കണ്ടപ്പോൾ അദ്ഭുതവും സന്തോഷവുമായിരുന്നു ആദ്യം തോന്നിയത്. പക്ഷേ ദേവവ്രതന്റെ ശപഥത്തെക്കുറിച്ചറിഞ്ഞ അദ്ദേഹം വളരെ അസ്വസ്ഥനായി. പക്ഷേ ഹസ്തനപുരിയിലെ സിംഹാസനത്തെക്കാൾ വലുത് സ്വന്തം പിതാവും അദ്ദേഹത്തിന്റെ സന്തോഷവുമാണ് എന്ന് ദേവവ്രതൻ പറഞ്ഞപ്പോൾ ശാന്തനുവിന് തെല്ലു ആശ്വാസം തോന്നി. അദ്ദേഹം ദേവവ്രതൻ ഒരു വരം നൽകി. ദേവവ്രതൻ സ്വന്തം മരണം എപ്പോൾ വേണമെന്ന് തീരുമാനിക്കാം. അതുകൊണ്ടുതന്നെ ദേവവ്രതൻ മരണമില്ലാതെ എത്രകാലം വേണമെങ്കിലും ജീവിക്കാം. സ്വന്തം അച്ഛൻ വേണ്ടി ഇത്രയും കഠിനമായ ഒരു ശപഥം ചെയ്തതുകൊണ്ട് ഇനി നീ ഭീഷ്മർ എന്ന് അറിയപ്പെടും എന്ന് സത്യവതി പറഞ്ഞു. ശാന്തനു യുവരാജാവിന്റെ സിംഹാസനം സത്യവതിയുടെ പുത്രൻ വേണ്ടി ഒഴിച്ചിട്ടു. ഇത് കണ്ട രാജഗുരു ശന്തനുവിനെ ചോദ്യം ചെയ്തു. ഹസ്തനപുരിയുടെ ഭാവി എങ്ങനെയാണ് ഇതുവരെ ജനിച്ചിട്ടു കൂടി ഇല്ലാത്ത ഒരാളെ ഏൽപ്പിക്കുക? ആ കുമാരൻ രാജാവാകാൻ യോഗ്യനല്ലെങ്കിൽ എന്തു ചെയ്യും? ശാന്തനു എന്തു പറയും എന്നറിയാതെ ആശങ്കയിലായി. ഉടനെ ദേവവ്രതൻ രാജഗുരുവിനോട് പറഞ്ഞു, എല്ലാം എന്റെ തന്നെ തീരുമാനം ആണ് ഗുരു. അതിനു അങ്ങ് അദ്ദേഹത്തെ തെറ്റുകാരനായി കാണേണ്ട. എന്റെ അനുജനെ രാജ്യകാര്യങ്ങളിൽ ഞാൻ സഹായിക്കും. ഇത് എത്ര തലമുറ വരെ വേണമെങ്കിലും ഞാൻ തുടരും. ഇനി എന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നതുവരെ ഹസ്തനപുരിയിലെ രാജാവിനെ സേവിക്കലായിരിക്കും എന്റെ ജീവിതലക്ഷ്യം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അച്ഛനെ ചേർത്ത് പിടിക്കുന്നു. മഹാത്യാഗിയും ധർമ്മിഷ്ഠനുമായ ഭീഷ്മ പിതാമഹന്റെ ജീവിതം ഇനിയും നമുക്ക് ഈ മഹാകാവ്യത്തിലെ പല ഏടുകളിലും കാണാൻ സാധിക്കും. ആ വീരപുരുഷന്റെ കഥകളിലൂടെയാണ് മഹാഭാരതം എന്ന അടുത്ത ഭാഗങ്ങൾ വരുന്നത്.